നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ ഉണ്ടായ നാടകീയ രംഗങ്ങളെക്കുറിച്ച് പല വാർത്താമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതായത് സുപ്രീം കോടതിയിൽ ഒരു ഹർജി നേരിട്ട് വാദിക്കാൻ എത്തുന്ന ഒരു യുവാവ്, ആ യുവാവ് ഏതാണ്ട് കഴിഞ്ഞ ദിവസം, അതായത് ജൂലൈ 10-ാം തീയതി ഏതാണ്ടൊരു 11 മണിയോടുകൂടി സുപ്രീം കോടതിയിലെ കോർട്ട് റൂം 13-ലാണ് ഈ സംഭവം നടന്നത്. ഈ കോർട്ട് റൂം 13-ലേക്ക് ഒരു യുവാവ് എത്തുന്നു. അയാളുടെ ഹർജി സ്വന്തമായി വാദിക്കാനാണ്, സുപ്രീം കോടതിക്ക് മുന്നിൽ സ്വന്തമായി വാദിക്കാനാണ് ഈ യുവാവ് എത്തുന്നത്. ജസ്റ്റിസുമാരായ KV വിശ്വനാഥൻ, അലോക് അരാധെ എന്നിവരടങ്ങുന്ന ബെഞ്ചിൻ്റെ മുന്നിലാണ് ഈ യുവാവ് എത്തുന്നത്. ലഖ്നൗ സ്വദേശിയായ പ്രഭാൽ പ്രതാപാണ് ഈ യുവാവ്. അദ്ദേഹത്തിൻ്റെ ഹർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്നയുടൻ തന്നെ സ്വയം പരമാധികാരി എന്ന് വിശേഷിപ്പിക്കുകയായിരുന്നു. ജുഡീഷ്യൽ സെർവൻസ് എന്നാണ് ജഡ്ജിമാരെ അയാൾ വിളിച്ചത്. മാത്രമല്ല, ഇയാളുടെ പരാതി എന്ന് പറഞ്ഞാൽ ലഖ്നൗ ASPയെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യണം എന്ന ആവശ്യവുമായിട്ടാണ് ഈ പ്രഭാൽ പ്രതാപ് സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയത്. അയാൾ ഹർജി അവതരിപ്പിക്കുകയല്ല ചെയ്തത്, ഇയാൾ ഒരു ഉത്തരവ് വായിക്കുകയായിരുന്നു. സുപ്രീം കോടതിയോട് ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ഈ യുവാവ് ചെയ്തത്. ഭാരതത്തിൻ്റെ പരമോന്നതമായ നീതിപീഠത്തോടാണ് ഈ ഉത്തരവ്. അയാളെ പെട്ടെന്ന് അയാൾക്കെതിരെ നടപടിയെടുക്കൂ, ASPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യൂ എന്നൊക്കെ സുപ്രീം കോടതിയോട് ഇയാൾ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. ജഡ്ജിമാർ ഈ അമ്പരന്നിരിക്കുന്നതും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ യുവാവിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതുമെല്ലാം നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി അത് ലഭ്യമാണ്. ആ വീഡിയോ ദൃശ്യങ്ങളിൽ പെട്ടെന്ന് തന്നെ കോടതി മുറിക്കകത്ത് എന്തോ അസ്വാഭാവികമായ കാര്യങ്ങൾ നടക്കുന്നതായി, ഈ കോടതിക്ക് മുന്നിലിരിക്കുന്നതും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരും വക്കീലന്മാരും എല്ലാം അന്താളിച്ചു പോകുന്നതും, ഈ പറയുന്ന യുവാക്കളുടെ വാക്കുകൾ കേട്ട് ഇവർ സ്തബ്ധരായി പോകുന്നതുമെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഈ യുവാവ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ ഇയാൾ വലിയ രീതിയിലുള്ള ആക്രോശം നടത്തുന്നു, അസഭ്യ പരാമർശങ്ങൾ നടത്തുന്നു. ഈ പേപ്പറുകൾ ജഡ്ജിമാരുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. അതോടുകൂടി സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുന്നു. പെട്ടെന്നാണ് ഈ യുവാവ് അക്രമാസക്തനായത്. സെക്യൂരിറ്റി ജീവനക്കാർ ഇടപെടുന്നു. ഈ യുവാവിനെ അവിടെ നിന്ന് പിടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. സാധാരണ രീതിയിൽ ഇത്തരം ചില സംഭവങ്ങൾ ഇത്രയൊന്നും ഉണ്ടാകേണ്ടതില്ല. സുപ്രീം കോടതിയുടെ മുന്നിൽ ചെറിയൊരു ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായാൽ പോലും അയാൾക്കെതിരെ ഗുരുതരമായ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ള വഴി. ഇങ്ങനെയൊക്കെ പെരുമാറിക്കഴിഞ്ഞാൽ തീർച്ചയായും സുപ്രീം കോടതി ഇയാൾക്ക് പണി കൊടുക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. സുപ്രീം കോടതി നേരിട്ട് ശിക്ഷാ നടപടികളൊക്കെ വിധിക്കുകയും ചെയ്യും. പക്ഷെ അങ്ങനെയൊന്നും ഈ കേസിൽ ഉണ്ടായില്ല. അയാൾ മാനസികമായി അസ്വസ്ഥനാണ് എന്ന് സുപ്രീം കോടതി വിലയിരുത്തി ഇയാൾക്കെതിരെ നടപടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. സത്യത്തിൽ ഈ ഒരു വാർത്ത വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിൽ നടന്ന ഒരു പ്രത്യേക സമരത്തെക്കുറിച്ചാണ്. ആ സമരം നമുക്കറിയാമല്ലോ. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഒരു ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയത്. അന്ന് ഓൺലൈൻ ക്യാമ്പയിൻ നടത്തിയത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരായിരുന്നു. അതായത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തൻ്റെ പരിഗണനയ്ക്ക് വരുന്ന ഒരു ഹർജി, ആ ഹർജിയിന്മേൽ ചില പരാമർശങ്ങൾ നടത്തുന്നു. ആ പരാമർശങ്ങൾ നടത്തുമ്പോൾ ഈ പറയുന്ന ചില ആളുകൾ വെറുതെ പണിയില്ലാതെ ഈ പാറ്റകളെപ്പോലെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസിൽ ആരോപണ വിധേയരായിട്ടുള്ള, അല്ലെങ്കിൽ ആ കേസിൽ സുപ്രീം കോടതി പരാമർശിച്ചത് ചില പ്രത്യേകം വ്യക്തികളെയാണ്. ആ വ്യക്തികളെക്കുറിച്ചുള്ള, അല്ലെങ്കിൽ ആ ഹർജിയുടെ വിഷയത്തിന്മേൽ നടത്തിയ പരാമർശം, ആ പരാമർശത്തെ ഏറ്റെടുത്തുകൊണ്ട്, ആ പരാമർശത്തെ വളച്ചൊടിച്ചുകൊണ്ട് സുപ്രീം കോടതി ഇന്ത്യയിലെ യുവജനങ്ങളെ, തൊഴിലില്ലാത്ത യുവജനങ്ങളെ പാറ്റകളെന്നും പരാന്നഭോജികളെന്നും വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ക്യാമ്പയിനാണ് ഈ പറയുന്ന അഭിജിത്ത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ നടന്നത്. ഈ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശം അത് വിവാദമാക്കിക്കൊണ്ട് ഇന്ത്യയിൽ വലിയ യുവാക്കളുടെ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഒരു ഉദ്ദേശം. പക്ഷേ ആ ഉദ്ദേശ ലക്ഷ്യം പരാജയപ്പെട്ടു. ഭാരതത്തിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികളാണ് ആ ഉദ്ദേശ ലക്ഷ്യം പരാജയപ്പെടുത്തിയത്. കാരണം കോക്രോച്ച് ജനതാ പാർട്ടി ഇന്ത്യയുടെ പരമാധികാരത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമാണെന്നും വിദേശ ശക്തികൾ ഇതിന് പിന്നിലുണ്ടെന്നും ഇൻ്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ട് പുറത്തുവിടുന്നു. അതോടുകൂടിയാണ് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും, അല്ലെങ്കിൽ അവരുടെ അജണ്ടകളും പൊളിച്ചടുക്കിയത്. അങ്ങനെ ഈ ആദ്യം പ്രക്ഷോഭം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അത് വിജയിക്കാതെ പോകുന്നു. പിന്നീട് വീണ്ടും ആ സമയത്താണ് ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വരുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ട് നീറ്റ് പരീക്ഷയുടെ ഉണ്ടായ ചില ക്രമക്കേടുകൾ, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ കുറേ നാളുകളായി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ സമരം നടത്തുകയാണ്. ഈ സമരം നടത്താനായി അമേരിക്കയിലുണ്ടായിരുന്ന അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിലേക്ക് വരുമെന്ന് അയാൾ നേരത്തെ കൂട്ടി അറിയിക്കുന്നു.
ഇന്റലിജൻസ് ബ്യൂറോ ഈ രാജ്യത്തിനെതിരായ നീക്കം എന്നൊക്കെ വിലയിരുത്തിയ സാഹചര്യത്തിൽ അഭിജിത്ത് ദീപ്കെ ഇന്ത്യയിൽ വരുമ്പോൾ ഇയാളെ പൊക്കിയെടുത്ത് അകത്തിടുമെന്നും അതിൻ്റെ പേരിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്നുമൊക്കെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി കണക്ക് കൂട്ടിയത്. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. മോദി ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചില്ല. ആരും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ പോയില്ല. ഇയാൾ നേരെ ജന്തർ മന്ദർ പോലീസ് സ്റ്റേഷനിൽ പോയി അനുമതി ചോദിക്കുന്നു, അനുമതിയും കൊടുക്കുന്നു. സാധാരണ രീതിയിൽ 14 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്താൽ മാത്രമേ അനുമതി കൊടുക്കുകയുള്ളൂ. പക്ഷേ അഭിജിത്ത് ദീപ്കയ്ക്ക് ഉടൻ തന്നെ അനുമതി കൊടുക്കുന്നു. അവിടെ അദ്ദേഹം സമരം ആരംഭിക്കുന്നു. ആദ്യ ദിവസം കുറച്ച് കുട്ടികൾ എത്തിയെന്നല്ലാതെ പിന്നീട് സമരത്തെ ആരും മൈൻഡ് ചെയ്യാതായി. അങ്ങനെ വന്നപ്പോൾ സോനം വാങ്ചുക്കിനെ വിളിച്ച് അവിടെ നിരാഹാരം കെടുത്തുന്നു. സോനം വാങ്ചുക്ക് ഒരു സ്ഥലത്ത് ഒന്നും കഴിക്കാതെ കിടക്കുകയും മറുഭാഗത്ത് ഇവർ ഈ പറയുന്ന മറ്റുള്ള സമരക്കാരെല്ലാം വെട്ടിയടിക്കുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ആ സമരം ആറി തണുത്ത് അവിടെ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന യുവാവിൻ്റെ സുപ്രീം കോടതിയിലെ പ്രകടനം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഒരു നാടകമായിരുന്നു എന്നൊരു സംശയം ഉയർന്നിട്ടുണ്ട്. സ്ഥിരീകരണമൊന്നുമില്ല. പക്ഷേ ഇത്തരം സംശയത്തിനെ കുറിച്ചുള്ള അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ യുവാവ് ആരാണ്, ഈ പറയുന്ന ലക്നൗ സ്വദേശിയായ പ്രഭാൽ പ്രതാപ് ആരാണ് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇയാൾക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ, വാങ്ചുക്കിൻ്റെ സമരവും പരാജയപ്പെട്ടതോടുകൂടി ഇന്ത്യയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, പ്രശസ്തിയിലേക്ക് വീണ്ടും വരിക എന്നതിൻ്റെ ഭാഗമായി ഇന്നിപ്പോൾ ഈ യുവാവിനെ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് സുപ്രീം കോടതി വിധേയമാക്കിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കോക്രോച്ച് ജനതാ പാർട്ടി ഇത് ഏറ്റെടുത്തുകൊണ്ട് മറ്റൊരു ക്യാമ്പയിൻ നടത്തുമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു എന്നൊക്കെ പരിശോധിക്കുകയാണ് കേന്ദ്ര ഇൻ്റലിജൻസ് ഏജൻസികൾ. എന്തായാലും ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ സമരം, പട്ടിണി സമരം അവിടെ നടക്കുകയാണ്. സത്യത്തിൽ വാങ്ചുക്കിൻ്റെ പട്ടിണി സമരം മാത്രമാണ് അവിടെ നടക്കുന്നത്. സമരക്കാരും സംഘാടകരുമെല്ലാം സമീപത്തിരുന്നു കൊണ്ട് മൃഷ്ടാന്ന ഭോജനം നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അങ്ങനെ ആ സമരം പൊളിഞ്ഞു പാളീസാകുന്ന ഈ സമയത്താണ് വീണ്ടും മറ്റൊരു സമരത്തിൻ്റെ വെടിമരുന്ന് സ്ഥാപിക്കുകയാണോ ഈ യുവാവിൻ്റെ പ്രവൃത്തിയിലൂടെ നടന്നത്? അതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാണോ യുവാവിന് മാനസികാസ്വാസ്ഥ്യം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ഇയാളെ വെറുതെ വിട്ടത് എന്നൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്. അന്വേഷണത്തിൽ ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാര്യങ്ങൾ പുറത്തു വന്നേക്കും.